ഹൈ വ്യൂവേഴ്സ്, നമ്മളിപ്പോൾ അതേ വീടിൻ്റെ റൂഫിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സർഫേസ് കണ്ടറിയാം. ഇതൊരു ഫ്ലാറ്റ് റൂഫായിരുന്നു. ഈ ഫ്ലാറ്റ് റൂഫിലെ വീടിൻ്റെ ഒരു സാമ്യവും ഇപ്പോൾ ഈ KPGയുടെ ക്ലാസിക് എന്ന സീരീസിലെ ഈ ടൈലിട്ടതിന് ശേഷം ഈ വീടിനില്ല. വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. വളരെ ഇതിൻ്റെ ഓണർ തന്നെ പറയുകയുണ്ടായി, റിലേറ്റീവ്സ് വന്നിട്ട് വീട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്രയേറെ വ്യത്യാസമാണ് ഈ റൂഫിങ് ചെയ്തപ്പോൾ ഈ വീടിനുണ്ടായ ഭംഗിയിലുണ്ടായ മാറ്റം. ഹായ് മിസ് അനീഷ്, നമ്മുടെ എന്തായി വർക്ക് ലേയിങ് എന്തായി? വർക്ക് ഏറെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളൊരു വിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് മെയിൻലി നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഈ പൈപ്പ് എത്രയാണ്? അത് 1 ഇഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പ്. ഓക്കെ. പിന്നെ കഴിക്കൊല്ലായിട്ട് കൊടുത്തേക്കുന്നത് 3.5 സ്ക്വയറാണ് കൊടുത്തത്. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ ഇത് പർലിങ് ഡിസ്റ്റൻസ് ഇപ്പോൾ എത്രയാണ് അത് വന്നിരിക്കുന്നത്? ഇത് 31.5 സെൻറ്റിമീറ്റർ. 31 സെൻറ്റിമീറ്റർ. ഓക്കെ. പിന്നെ മറ്റെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? പിന്നെ അലുമിനിയം കോയിലാണ് നമ്മൾ കൂടുതലും പാത്തിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സിൽക്കോൺ പശയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. KPGയുടെ ടൈൽസ് നമ്മൾ ഒരുപാട് മേഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസം എടുക്കും ഇതിൻ്റെ വർക്ക്? ഇത് നാളെ കൊണ്ട് തീരും. നാളെ കൊണ്ട് തീരും. നാളെ കൊണ്ട് ഫുള്ളായിട്ട് തീരും. ഇനിയിപ്പോൾ ആ മോപ്പ് വരാനുള്ള ഒരു താമസം കൊണ്ട് മാത്രം നിൽക്കണം. ഇത് ബാക്കിയെല്ലാം ഇട്ട് തീരുന്നു. പിന്നെ ഇച്ചിരി ചെറിയ ചെറിയ പണികളെ വരുള്ളൂ. പിന്നെ 2 ദിവസത്തിനുള്ളിൽ തീരും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ നോൺ ബ്രാൻഡ് ടൈലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവല്ലോ. KPGയുടെ ഉപയോഗിച്ചതിന് ശേഷം അതിൽ കണ്ട മെയിൻലി എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഈ ടൈലും നോൺ ബ്രാൻഡ് ടൈലുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയാണ്. കയറിയാൽ നല്ല ഉറപ്പുള്ള ടൈലാണ്. നമുക്ക് കട്ടിങ് ആണെങ്കിലും കട്ടിങ് ചെയ്യുമ്പോൾ അടന്നു പോവോ സൈഡ് ഒന്ന് പോവോ ഒന്നുമില്ല. കറക്റ്റ് കട്ടിങ് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ഡാമേജ് അപ്പോൾ ഡാമേജ് ഉണ്ടെങ്കിലും നിസ്സാര വരാറുള്ളൂ, വരാറില്ല. പെട്ടി വന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് വരുന്നത് നമുക്ക്. അതുകൊണ്ട് ഇത് നമ്മൾ ഒരുപാട് ഇപ്പോൾ പ്രോഡക്റ്റ് എടുക്കുന്നത് ഇത് തന്നെയാണ്. ദാറ്റ്സ് റൈറ്റ്. ബിക്കോസ് ഈ പ്രൊഡക്റ്റ് 1200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തതാണ്. പ്ലസ് 100 ടൺ കംപ്രഷനോടുകൂടി വളരെ ടൈറ്റൻ ചെയ്ത് വളരെ സ്ട്രെങ്ത് മേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഡാമേജ് വരാത്തതും ഈസിലി ബ്രേക്കപ്പ് ആവാത്തതും. സോ ഇത് തന്നെയാണ് ക്ലാസിക് എന്ന സീരീസിൻ്റെ ടൈലിൻ്റെ പ്രത്യേകത. മറ്റ് നോൺ ബ്രാൻഡ് ടൈലുകളെ അപേക്ഷിച്ചും മറ്റ് ബ്രാൻഡ് ടൈലുകളെ അപേക്ഷിച്ചും KPGയുടെ ക്ലാസിക് സീരീസ് സ്റ്റാൻഡേർഡ് പാർട്ടായിട്ട് നിൽക്കുന്നതിന് കാരണം ഇതിൻ്റെ സ്ട്രെങ്ത്താണ്, ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. 250 kg ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള ഈ പ്രൊഡക്റ്റ്, ദിസ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ദിസ്.